I didn't even get to cross. I didn't even get to cross. Hello friends, welcome back to our channel Skill to Marina. It's your sjesinthm. Friends, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നുള്ളത് ടർക്കിയിലെ തുസ്ല എന്ന് പറയുന്ന ഡ്രൈ ഡോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഡ്രൈ ഡോക്കിൽ വന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിന് രൂപമാറ്റം നൽകാൻ വേണ്ടി, അതായത് പെയിൻ്റൊക്കെ കളർ മാറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന കളറിൽ നിന്നും നമ്മുടെ കമ്പനി കളറിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഒരുപാട് ചിപ്പിംഗ് വർക്കുണ്ട്. നമ്മുടെ ഷിപ്പിൻ്റെ ഈ ഹള്ളിൽ ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു, വലിയ വലിയ റെസ്റ്റ് ആയിട്ടുള്ള കട്ടകളുണ്ടായിരുന്നു. അപ്പോൾ ആ തുരുമ്പും കാര്യങ്ങളെല്ലാം കളഞ്ഞ് എന്താ പറയുക, ഒരു സുന്ദരിയാക്കി എടുക്കാൻ, കപ്പലിനൊരു സുന്ദരിയാക്കി എടുക്കാനാണ് നമ്മളിപ്പോൾ ഡ്രൈ ഡോക്കിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വണ്ടികൾ, നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. 5 വർഷം കൂടുമ്പോൾ നമ്മൾ ടെസ്റ്റിന് വയ്ക്കാറുണ്ട് അല്ലേ. പ്രൈവറ്റ് വണ്ടികളിലൊക്കെ 15 വർഷമാകുമ്പോൾ ടെസ്റ്റിന് വയ്ക്കുന്നത്. നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് ഓരോ 5 വർഷവും നമ്മൾ സർവീസിന് കയറ്റും, ഡോക്കിലേക്ക് വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് കയറ്റിയെടുക്കും. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമാണ്, രണ്ട് സൈഡും റെക്ടാങ്കുലർ ഷേപ്പുള്ളൊരു ബോക്സ് പോലെ ടൈപ്പാണ്. ഫ്രണ്ടിലും ബാക്കിലും ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ ഒരു സംഭവമാണ്. അതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മളെ കപ്പൽ നിർത്തിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കപ്പലിൻ്റെ മുൻവശം, ഇത് കപ്പലിൻ്റെ പിറകു വശമാണ്. സോ നമ്മുടെ കപ്പലിപ്പം വെള്ളത്തിലല്ല ഉള്ളത്, ഈ ഒരു കണ്ടെയ്നറിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് മൊത്തം തുരുമ്പ് കളഞ്ഞിട്ട് പ്രൈമർ അടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കപ്പലിനെ സുന്ദരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഒരുവിധം ചിപ്പിങ് ചെയ്തിട്ട്, അതായത് നമ്മൾ നോർമലി കപ്പലിൽ ചിപ്പിംഗ് എണ്ണൊക്കെ ഉപയോഗിച്ചിട്ടും ചിപ്പിംഗ് ഹാമറൊക്കെ ഉപയോഗിച്ചാണ് ചിപ്പിംഗ് കളയുന്നത്, അതായത് തുരുമ്പ് കളയുന്നത്. പക്ഷേ കപ്പലിൻ്റെ ഈ ബോഡി ഹള്ളെന്ന് പറയുന്നത് ഇവർ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ബൾക്കായിട്ട് ചിപ്പിംഗ് കളയും. പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വന്നത് മുതലും ബിസി ആയിരുന്നു, ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന അന്ന് മുതലും ബിസി, ഡ്രൈ ഡോക്കിൽ വന്നപ്പോഴും ഫുള്ള് ബിസി ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം, ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഏറ്റവും ഫ്രണ്ട് ഭാഗം. ഈ പാച്ച് വർക്ക് ചെയ്തൊക്കെ പെയിൻ്റ് അടിച്ചു, അതായത് തുരുമ്പ് കളഞ്ഞ ഏരിയയാണ് ഇതൊക്കെ. ഈ പാച്ച് വർക്ക് കാണിക്കുന്നത് ഈ തുരുമ്പ് ചെയ്ത ഏരിയകളാണ്, തുരുമ്പ് കളഞ്ഞ ഏരിയകളാണ് ഇവിടെ അത്രയും. നമ്മുടെ കപ്പലിൻ്റെ പേര് അവിടെയാണ് ഉള്ളത്. അതിപ്പം തെളിഞ്ഞ് നിങ്ങൾക്ക് കാണത്തില്ല. കപ്പലിൻ്റെ നീളം അങ്ങ് അറ്റം വരെ ഉണ്ട്, ഏകദേശം 190 മീറ്റർ നീളമുണ്ട്. നമ്മുടെ കപ്പലിൻ്റെ നങ്കൂരം വരുന്നത് ഈ ഒരു ഹോളിൽ നിന്നാണ് നങ്കൂരം വരുന്നത്. ഓക്കെ, ആ നങ്കൂരം നമ്മളവിടെ ലേ ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ പെയിൻറ്റിങ്ങിന് വേണ്ടി. അതും ചിപ്പിങ് ചെയ്ത് പെയിൻറ്റ് ചെയ്യും, അതും വൃത്തിയാക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഹോൾ എന്ന് പറയുന്നത് ബോത്ത് റെസ്റ്റർ ഹോളാണ്. നമുക്ക് എന്തായാലും ഈ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും താഴെ പോവാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കപ്പലിൻ്റെ ഏറ്റവും അടിവശത്ത്, ബോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അടിയിൽ വെള്ളമാണ്. അപ്പം ഈ പറയിൽ കാണുന്നതാണ് നമ്മുടെ കപ്പലിൻ്റെ ഏറ്റവും ബാക്ക് വശം. കപ്പലിലെ റഡാറ്, അതുപോലെ തന്നെ പ്രൊപ്പല്ലർ, ഇതിലാണ് നമ്മൾ മേളിൽ നിന്ന് സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ കപ്പലിനെ ഇടതും വലതും പോട്ടും സ്റ്റാബോർഡും കപ്പലിനെ കറക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ റഡാറ്. അതുപോലെ തന്നെ ഇത് പ്രൊപ്പല്ലർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പ്രൊപ്പല്ലറിൽ എന്തോ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്രയും പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, ഫുള്ള് പെയിൻറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇവിടെ. സോ ഏറ്റവും അടിഭാഗം എന്ന് പറയുമ്പം ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ ഏകദേശം 1 മീറ്ററോളം തറയിൽ നിന്നും ഗ്യാപ്പുണ്ട്. കപ്പലിന് ഏകദേശം 1 മീറ്ററിന് ഗ്യാപ്പുണ്ട് തറയിൽ നിന്നും. ഇതാണ് കപ്പലിൻ്റെ അടിവശം. മൊത്തം ഇരുട്ടാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സോ ഞാനിപ്പം കപ്പലിൻ്റെ സൈഡിലൂടെ നടന്നു പോവാണ്. ലൈറ്റിങ് കുറച്ച് കുറവായിരിക്കും, കാരണം ഓൾറെഡി ഇവിടെ നൈറ്റായി, വൈകിട്ട് 7 മണി ആവാറായി. എനിക്കിപ്പോഴാണൊന്ന് സമയം കിടത്താവട്ടെ ഇറങ്ങാൻ വേണ്ടി, മൊത്തം വർക്കിലായിരുന്നു. സോ കപ്പലിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ, ഇതാ കപ്പലിൻ്റെ ഹൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ മേളിൽ അങ്ങ് അറ്റം വരെ പോകണം. മനസ്സിലാവില്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ. ഇത് കപ്പലിൻ്റെ ഏറ്റവും അടിഭാഗമാണ്. ഇരുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ വർക്കൊക്കെ നടക്കുകയാണ് അടിയിൽ. സോ നമുക്കെന്തായാലും പുറത്തൂടെ തന്നെ നടക്കാം ഗൈസ്. പുറത്തൂടെ നടക്കുമ്പം സൈഡ് കാണിച്ചു തരാൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചാൽ നമ്മുടെ ഷിപ്പ് റോളിങ്ങിൻ്റെ സമയത്ത്, അതായത് കടലിൽ റോളിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് റോളിംഗ് അഫക്റ്റ് ആവാതിരിക്കാനുള്ളൊരു സംവിധാനവും കൂടെ കപ്പലുണ്ട്. എന്നാലും റോളിംഗ് കിട്ടും. സോ ഇത് നമ്മുടെ കപ്പലിൻ്റെ ഈ സൈഡ്, ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. ഇത് നമ്മുടെ കപ്പലിൻ്റെ റോളിങ്ങിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇതൊരു സാധനം ഹെൽപ്പ് ചെയ്യും നമ്മളെ റോളിംഗ് കുറയാനായിട്ട്, കപ്പലിൻ്റെ റോളിംഗ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഏകദേശം മിഡിലെത്തി, കപ്പലിൻ്റെ മിഡ് പോർഷനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബാക്കിൽ അതുപോലെ ഇത് അടിയിലുള്ള ഭാഗമാണ്. അടിയിലുള്ള ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും മൊബൈലിൻ്റെ ഫ്ലാഷ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിഭാഗം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഈവൻ എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ കപ്പലിൻ്റെ ഏറ്റവും അടിയിലാണ് നിൽക്കുന്ന ബോട്ടം. എൻ്റെ മേളിൻ്റെ തലയുടെ മേളിലും ബോട്ടമാണ്. ഈ കപ്പൽ നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കുറ്റിയുടെ മേളിലാണ്. അങ്ങനെ ഒരുപാട് കുറ്റികൾ, 100, 150 കുറ്റികളുണ്ടാവും എല്ലാ സൈഡും. അങ്ങനെ ഓരോ കുറ്റിയിലായിട്ട് നിർത്തിയിരിക്കുകയാണ് കപ്പലിനതാ. ഇങ്ങനെ കുറ്റികളിൽ നിർത്തിയിരിക്കുകയാണ് കപ്പലിൻ്റെ മൊത്തം. അപ്പം നമ്മളിപ്പം ഏകദേശം കപ്പലിൻ്റെ വലത് സൈഡിൽ നിന്നും നടന്ന് ഇടത് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് സ്റ്റാർബോർഡ് ടു പോർട്ട്. അയ്യോ ഓക്കെ. നമ്മളിപ്പം അങ്ങനെ കപ്പലിൻ്റെ ആ ഭാഗത്ത് നിന്നും ഇപ്പുറത്തോട്ട് വന്നു, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് എത്തി. ഇപ്പോൾ നമ്മൾ ഫോർവേഡ്, കപ്പലിൻ്റെ ഏറ്റവും മുൻവശം കൂടെ ഒന്ന് കാണാൻ പോവാം. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അടിയിലൂടെ നടക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഗൈസ്. മൊത്തം ചെളിയാണ്, ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ടേ മൊത്തം മണ്ണും ചെളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഉള്ളത്. ഇപ്പം നടക്കാൻ തന്നെ ഇത് വെള്ളം പോകാനുള്ള ഹോളാണ്. കടലിലേക്ക് താഴെ കടലാണ്, സോ താഴെ വെള്ളം പോകാനുള്ള ഹോളാണത്. നമ്മൾ ഏകദേശം ഇപ്പം ഷിപ്പിൻ്റെ ഫോർവേഡ് പാർട്ട് എത്താറായി. ഓക്കെ, ഇവിടെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ സ്പേസ് ഇല്ല, നമുക്ക് നടക്കാനായിട്ടുള്ള സ്പേസ് മുമ്പിലില്ല, അതുകൊണ്ട് കൂടുതൽ പോകാൻ പറ്റില്ല. സോ നമ്മുടെ കപ്പലിൻ്റെ നങ്കൂരമാണ് ഇത്. ഞാൻ നേരത്തെ അവിടെ വന്നും കൊണ്ടാണ് വീഡിയോ കാണിച്ചത്. സോ നമ്മുടെ കപ്പലിൻ്റെ നങ്കൂരം താഴെ നിരത്തിയിട്ടിരിക്കുകയാണ്. എന്താ പറയുക, ചെയിൻ നിരത്തി വെച്ചതുപോലെ, നമ്മുടെ ചെയിൻ മാല നിരത്തി വെച്ച പോലെ ഉണ്ടല്ലേ. ഒരു കപ്പലിൻ്റെ നങ്കൂരം എന്ന് പറയുന്നത് നോക്കിയാൽ ഏകദേശം 11 ഷേക്കളുണ്ടാവും കേട്ടോ, 11 ഷേക്കളുണ്ടാവും. സോ ഇതാണ് കപ്പലിൻ്റെ ആങ്കർ. ഈ ഒരു ആങ്കറാണ് നമ്മുടെ കപ്പലിനെ കടലിൽ പിടിച്ചു നിർത്തുന്നത്. സോ ഇതിൻ്റെ വർക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ, ഓരോ ആൾക്കാർ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സേ ഹായ്. സോ ഇവിടുത്തെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതാ നമ്മുടെ കുറ്റി, ഫ്രണ്ടിലത്തെ കുറ്റി ഇതാണ്. ഈ ഒരു കുറ്റിയുടെ പുറത്താണ് നമ്മുടെ കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഉള്ളത് കേട്ടോ. ഇരുട്ടാകുമ്പോൾ നമുക്ക് കാണുന്നില്ല ഒന്നും, എനിക്കറിയാം, സോറി. ഇത് നമ്മുടെ ഇപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്ത് വന്ന് നിൽക്കുകയാണ്, ഏറ്റവും ഫോർവേഡ് ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് കപ്പലിൻ്റെ മുൻഭാഗം. ബൾബേഴ്സ് ബോ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മുടെ കപ്പലിൻ്റെ ബൾബേഴ്സ് ബോ. സോ പണികളൊക്കെ കഴിഞ്ഞു, ഏകദേശം തുരുമ്പൊക്കെ കളഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ പോർട്ട് സൈഡ് ആങ്കർ, ഇത് സ്റ്റാർബോർഡ് സൈഡ് ആങ്കർ. സോ സ്റ്റാർബോർഡ് സൈഡ് ആങ്കർ എന്തിനാണ് പുറത്ത് വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഓരോ ഷാക്കുകളിലും കൗണ്ട് ചെയ്യുന്നത് ഇതുപോലെ റെഡ് കളർ വെച്ചിട്ടാണ്. സോ ജോയിനിങ് ഷാക്കിൾ എന്ന് പറയും ഇതിനെ. ഓരോ ജോയിനിങ് ഷാക്കിളിൻ്റെ ഇടയിൽ വൈറ്റ് കളർ വരുന്നു. ഇത് നമ്പർ 1 ഷാക്കിളാണ്, അതുകൊണ്ടാണ് ഒറ്റ വൈറ്റ് കളറും ഒരു ജോയിനിങ് ഷാക്കിളും. സോ നമ്പർ 1 ഷാക്കിളാണ്. സോ അവിടെ നമ്പർ 4 ഉണ്ട്, കാണിച്ചു തരാം. നമ്പർ 4 1 2 3 4 എന്നിട്ട് ഒരു ജോയിനിങ് ഷാക്കിൾ, 1 2 3 4 ദെൻ ഒരു ജോയിനിങ് ഷാക്കിൾ. സോ ജോയിനിങ് ഷാക്കിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വെള്ള കളറും ജോയിനിങ് ഷാക്കിൾ എപ്പോഴും റെഡും, ബാക്കിയുള്ള ചെയിന് കറുപ്പ് കളറും ആയിരിക്കും. സോ ഇത് പെയിൻറ്റ് ചെയ്യുന്ന വർക്കറാണിത്. സോ പുള്ളിക്കാരൻ റെഡ് കളർ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആങ്കറിന്. ഇതാണ്ടോ, ഇത് 1 2 3 3 ഷാക്കിളും 2 ഷാക്കിളുമാണ്. ഇത് 1 2 3, ഇത് 1 2. സോ അയാൾ റെഡ് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈറ്റും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് നൈറ്റും ഡേയും വർക്ക് നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. വേറെ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒരുവിധം ഡാർക്കായിരിക്കും ഗൈസ്. ഡാർക്കാണെന്ന് അറിയാം, വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പം ഇതിനെ സുന്ദരിയാക്കിയിട്ട് കടലിലോട്ട് ഇറക്കാനായിട്ട് എനിക്ക് വന്നു ഒരു 3 ദിവസം കൂടെ എടുക്കും. ബാക്കി അപ്പം സുന്ദരി ആക്കിയതിന് ശേഷമുള്ള വീഡിയോസ് നമുക്കിനി കാണാം ബാക്കി.
സോ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഡ്രൈ ഡോക്ക് വീഡിയോസ് കാണാനും അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി കപ്പൽ പെയിൻ്റൊക്കെ അടിച്ച് പുതുപുത്തനാക്കിയ കപ്പലിനെ നമുക്ക് അടുത്ത ആഴ്ച കാണാം. സോ അതുവരേക്കും സൈനിങ് ഔട്ട് യുവർ ജസിൻ ഫ്രം സ്കിൽഡ് മറൈന. ബൈ.